നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ബട്ടർ മുറുക്കാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടി മാത്രം വെച്ചിട്ടും അരിപ്പൊടി ഉഴുന്നുപൊടിയും വെച്ചിട്ടും അതല്ലെങ്കിൽ അരിപ്പൊടിയും കടൽപ്പൊടിയും വെച്ചിട്ടൊക്കെ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബട്ടർ മുറുക്കാണ്. അരിപ്പൊടിയും കടൽപ്പൊടിയും വെച്ചിട്ടുള്ള ബട്ടർ മുറുക്ക്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഇത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും മതി. ഇത് നമ്മൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പൊട്ടുകടല, ഇതൊന്ന് നമുക്ക് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണേ. തരിയില്ലാതെ പൊടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചിലൂടെ പിഴിഞ്ഞു വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ തരി തടഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞു വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഒട്ടും തരിയില്ലാതെ തന്നെ മിക്സിന്റെ ചെറിയ ജാറിൽ അടിച്ചെടുക്കാം. പൊട്ടുകടല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഇതുപോലെ ആക്കി നോക്കുന്ന സമയത്ത് തരി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കണേ. ഇതിലിപ്പോ തരിയൊന്നുമില്ല. ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകവും അതുപോലെ 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി, ഒരു 2 നുള്ള് കായം പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ തണുപ്പോട് കൂടി ചേർക്കരുത്. ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിപ്പോ ബട്ടർ മുറുക്കല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുഴച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണേ. ഇതിൽ ചേർത്തിരിക്കുന്ന ജീരക വെള്ളമൊന്നും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. പൊടി കുറച്ചെടുത്തിട്ട് ഉപ്പ് നോക്കുക. കുറച്ച് കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പൊ പാകമാണ്. ഇനി നമുക്കിത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല, അതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുഴച്ച് നോക്കിയിട്ട് പറയാം എത്ര വെള്ളം ഒഴിച്ചോന്നേ. മാവ് ഒരുപാട് ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണം. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോഴും മുറുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ രുചി രണ്ടിനും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പൊടി എല്ലാ ഭാഗവും നനഞ്ഞു കഴിഞ്ഞു. അതിന് നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചാൽ മതി. അപ്പം മാവ് ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുത്തിരുന്നത്. അതുപോലെ ഈ സമയത്ത് ഉപ്പൊന്ന് പാകണമെന്ന് നോക്കണേ. പാകമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മൊത്തം ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പൊ തന്നെ അച്ചിലേക്ക് ഇട്ടിട്ടങ്ങ് എണ്ണയിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് മുറുക്കുണ്ടാക്കിയെടുക്കാം. മുറുക്ക് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു അച്ചിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് ആവുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതേപോലെ നമ്മൾ സ്റ്റാറിൽ അച്ച് വെച്ചിട്ടാണ് മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലും കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ചില്ല് അച്ചിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ അടപ്പിലും മാവാവുന്ന സ്ഥലത്ത് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിച്ച് മുറുക്കുണ്ടാക്കിയെടുക്കാം. അതിന് മുൻപായിട്ട് മാവിന്റെ പാകം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കാം കേട്ടോ. എന്നിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രം എണ്ണയിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അച്ചിൽ കൊള്ളുന്ന അത്ര മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിന്റെ അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു കൊടുക്കാം. മാവിന്റെ പരുവം പാകാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിച്ച് നോക്കാം. ഇപ്പൊ കണ്ടില്ല, ഒട്ടും മുറിഞ്ഞു പോകാതെ നമുക്ക് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞിടാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം മാവ് നമ്മൾ കുഴച്ചിരിക്കുന്നത് പാകത്തിനാണെന്നാണ്. വെള്ളം കുറവാണെങ്കിൽ ചിലപ്പോൾ മാവ് ഇതുപോലെ തന്നെ അങ്ങ് പൊട്ടി താഴേക്ക് വീഴും. അപ്പൊ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് കുഴച്ചെടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് തന്നെ ഒട്ടും പൊട്ടാതെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിക്കാം. ബാക്കിയുള്ള മാവങ്ങ് മൂടി വെക്കണേ, അതല്ലെങ്കിൽ അതങ്ങ് ഉണങ്ങിപ്പോകും. ഇനി നമുക്ക് മുറുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 250 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വരട്ടെ.
എണ്ണയുടെ ചൂട് പാകാണോ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണം മാവ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഒന്നങ്ങ് പൊങ്ങി വന്നാൽ മതി. ഇട്ട ഉടനെ അങ്ങ് പൊങ്ങി വരണ്ട. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചൊരു സമയം എടുത്തിട്ടാണ് പൊങ്ങി വരുന്നത്. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് മാവങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. മുറുക്കുണ്ടാക്കുമ്പോൾ എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടിലേക്ക് നമ്മൾ മാവ് പിഴിഞ്ഞൊഴിക്കരുത്. എണ്ണയുടെ ചൂട് കൂടുതലാണെങ്കിൽ മുറുക്ക് പെട്ടെന്ന് ബ്രൗൺ കളറായി പോകും, ഉള്ള വേവുമില്ല, ക്രിസ്പി ആയിട്ട് കിട്ടുമില്ല. ചൂട് കുറവാണെങ്കിൽ എണ്ണ കുടിക്കുന്ന പ്രശ്നം വരും. അതുകൊണ്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം മാവ് പിഴിഞ്ഞൊഴിക്കാൻ. എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവങ്ങ് പിഴിഞ്ഞൊഴിക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ കൊണ്ട് പതുക്കെ അങ്ങ് തട്ടിയിട്ടാൽ മതി. എണ്ണേന്റെ ആവി അടിച്ചിട്ട് കൈ കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് എന്തെങ്കിലും ഒന്ന് തട്ടിയിട്ടങ്ങ് മുറിച്ചിട്ടാൽ മതി. ഒരേ സമയത്ത് ഒരുപാട് പിഴിഞ്ഞൊഴിക്കണ്ട കേട്ടോ. എണ്ണയിൽ ഒന്ന് ഒഴുകി കളിക്കാൻ പാകത്തിന് പിഴിഞ്ഞിട്ടാൽ മതി. ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കണ്ട കേട്ടോ, പൊടിഞ്ഞു പോകും. ഒരു മിനിറ്റൊക്കെ ആവട്ടെ, എന്നിട്ടങ്ങ് ഇളക്കാം. എണ്ണേന്റെ പതയൊക്കെ ഒന്നങ്ങ് നിൽക്കട്ടെ. അപ്പോൾ പതയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. മാവ് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മുറുക്കായി കിട്ടും. അതുപോലെ ഇത് ഒരുപാട് കളറാവാനായിട്ട് നിൽക്കണ്ട. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ എടുക്കാം. പുറത്തിരുന്നും ഒന്നങ്ങ് മൂക്കുവേ. അത് കാരണം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരിമുറുക്കൊക്കെ പോലെ ചുറ്റിലുള്ള മുറുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ അങ്ങ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വട്ടത്തിലങ്ങ് പിഴിഞ്ഞു വെച്ചാൽ മതി. ഷേപ്പ് കറക്റ്റായി വരുന്നില്ലേ, കൈ കൊണ്ടൊന്നങ്ങ് തട്ടിയിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലങ്ങ് ആക്കിയെടുത്താൽ മതി. ഇതുപോലെ ഇനി അറ്റമൊന്ന് ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങ് അടർന്നു പോകും. ഒരെണ്ണം കൂടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, രണ്ടെണ്ണം ഞാൻ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടകം വെച്ചിട്ട് എണ്ണയിലേക്ക് അങ്ങ് എടുത്തിട്ടാൽ മതി. ഇതുപോലെ പതുക്കെ അങ്ങ് അടിയിലേക്ക് കയറ്റിയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇതുപോലെ അല്ലെങ്കിൽ വാഴയിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞു വെച്ചാൽ മതി. ഇനി ഇതങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരിച്ചിരി ആയിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അതാണ് ഒരു ഭാഗമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗമായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, ചുറ്റുമുറുക്കായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബട്ടർ മുറുക്ക് പക്ഷെ എപ്പോഴും ഇങ്ങനെ മുറിച്ചിടുന്നതായിരിക്കും കഴിക്കാൻ ടേസ്റ്റ്. ഇതുപോലെ വട്ടത്തിലങ്ങ് ചുറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുമായിട്ടുണ്ട്, എണ്ണ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മുറുക്കും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. പാകത്തിന് ഉപ്പും ഇടയ്ക്ക് ചേരാൻ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് മുറുക്കുണ്ട്, സാധാരണ നമ്മൾ മുറുക്ക് കഴിക്കുമ്പോൾ തന്നെ. അതുപോലെ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. ഇത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. നല്ല ക്രിസ്പിയാണ്, എന്നാലും ഇതിന്റെ അത്രയും മുറുക്കുമില്ല. പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. കുട്ടികൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ 2 രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാവുന്നതെന്ന് ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ. ഇതും ക്രിസ്പി തന്നെയാണ് കേട്ടോ, പച്ചവെള്ളത്തിൽ കുഴച്ചത് ഉണ്ടാക്കിയതും. പക്ഷെ ആദ്യത്തെ അത്ര മുറുക്കല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ 2 രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരളവിലാണ് ഞാൻ ഉണ്ടാക്കിയത്, അതും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിയാണ് ഇത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഇത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രാം ഫ്ലോർ 2 ടേബിൾ സ്പൂൺ മതിയേ. ഇനി ഒരു 1/4 കപ്പ് പൊട്ടുകടല പൊടിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയും കൂടെ നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, അതുപോലെ ഒരു 2 നുള്ള കായം പൊടിച്ചത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം.
കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടങ്ങ് കുഴച്ചെടുക്കാം. അതുപോലെ ഇതിലേക്ക് ചെറിയൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിന് താഴെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. 1/2 ടീസ്പൂണിൽ കൂടുതലാവണ്ട. ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റായി പോകണ്ട. ടൈറ്റായി പോകുന്ന സമയത്ത് അച്ചിലിടുമ്പോൾ അത് നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കില്ലേ, അപ്പം മുറിഞ്ഞങ്ങ് ചാടും. ഒരുപാട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണേ. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പൊ ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കിയങ്ങ് ഇളക്കിയിട്ട് തിരിച്ചും മുടച്ചൊക്കെ ഇട്ടിട്ടങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങാനാകുമ്പോൾ നമുക്ക് ഇത് എണ്ണ കോരിയെടുക്കാം. ഇനി നമുക്കിത് എണ്ണ കോരിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് വെച്ചാലും മതി. ഇത് കണ്ടില്ലേ, അധികമൊന്നും എണ്ണ പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ മുറുക്ക് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു വന്നൊരു മുറുക്കാണ് ഇത്. നമ്മളെ സാധാരണ അരിമുറുക്ക് പോലെ അത്രയും കടുപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ബട്ടർ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.